ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അച്ഛൻ നമ്മളെ ഒഞ്ചിയത്തുള്ള സൈറ്റിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ലിൻഡൽ വാർത്ത അതിൻ്റെ മേലെ കംപ്ലീറ്റ് ചാക്കിട്ട് നനച്ച് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വരി അതായത് സൺഷെയ്ഡ് അടിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ ഒരു വരി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ലൈന് കെട്ടി അതിൻ്റെ മേലെ നമ്മളിന്ന് സൺഷെയ്ഡ് അടിക്കുന്ന വിശേഷങ്ങൾ കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു വരി കെട്ടി കേട്ടോ. അപ്പോൾ ഒരു വരി കെട്ടിയിട്ട് എന്ത് ചെയ്ത് നമ്മളിന്ന് സൺസെറ്റ് അടിക്കാൻ വന്നതാണ്. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴ കേട്ടോ. ഇവിടെ നല്ല ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി മുതൽ വൈകുന്നേരം 5:30-6 മണി വരെയൊക്കെ ആയിട്ട് നല്ല രീതിക്കുള്ള മഴയാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ ലിൻഡലും പിന്നെ നമ്മളെ കെട്ടിയ കല്ലും ഒക്കെ നല്ല രീതിക്ക് നനഞ്ഞ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെന്ന് വെച്ചാൽ പിന്നെ സൺസെറ്റ് അടിക്കുന്ന വിശേഷമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് സൺഷെയ്ഡ് അടിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇന്ന് തുടക്കത്തെ ദിവസം കേട്ടോ, ഫസ്റ്റ് ദിവസമാണ്. അപ്പോൾ പിന്നെ നമ്മൾ അന്ന് ഒരു വരി കെട്ടുന്ന ദിവസം ഉച്ചയാകുമ്പോൾ തന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു വരി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വരി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ബേക്കിൽ നമ്മളെ പില്ലറിൻ്റെ മുകളിൽ ചെറിയൊരു ബീം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ രാവിലെ ഒരു 8:20 ആ സമയത്താണ്. നമ്മൾ 8 മണി നമുക്ക് സൈറ്റിലെത്തും. 8:20 ആകുന്ന സമയത്താണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് സംബന്ധമായ എല്ലാ കണ്ടന്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീട് വെക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ചാനലായിരിക്കും നമ്മുടെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ സൺസെറ്റ് അടിക്കാനുള്ള, അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഒരു വരി ഇങ്ങനെ കെട്ടി വന്നിട്ടുണ്ട്. അതിന് ചുറ്റും കെട്ടിയിട്ടുണ്ട്. പുറം ഭാഗത്ത് കേട്ടോ, ഉൾഭാഗത്ത് കെട്ടിയിട്ടില്ല. ഉൾഭാഗത്ത് നമുക്ക് മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്തേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ മേലൊക്കെ ചാക്കിട്ട് നല്ല രീതിക്ക് 2 ദിവസം നനച്ചതാണ് കേട്ടോ. കംപ്ലീറ്റ് ചാക്കിട്ടിട്ട് അതിൻ്റെ മേലെ 2 ദിവസമായിട്ട് നല്ല രീതിക്ക് നനവ് കൊടുത്താണ്. അപ്പോൾ നമ്മൾ അന്ന് പോകുന്ന സമയത്ത് ലിൻഡൽ പറിച്ച് നമ്മളിവിടെയൊക്കെ പലകയൊക്കെ ഫുള്ള് നല്ല വൃത്തിയിൽ അട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല വൃത്തിയിൽ അട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ റണ്ണർ അതുപോലെ തന്നെ 4-5 പലക അതൊക്കെ നമ്മളിവിടെ അട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ പീസ് അടിയിൽ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് പുതിയ മണ്ണായതുകൊണ്ട് പെട്ടെന്ന് ചെതൽ കയറാനുള്ള സാധ്യത കൂടുതൽ. എങ്കിലും ഈ ഷീറ്റൊക്കെ ഇട്ടിട്ടാണെങ്കിൽ കൂടി ചിലതിൻ്റെ മുകളിൽ മണ്ണ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ബേക്ക് ഭാഗത്താട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന. ഫസ്റ്റ് ബേക്ക് ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിതാ ഇവിടെയാണ് അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എന്താക്കിയിട്ടുള്ള ബീം അടിച്ചിട്ടോ. എന്താ ഇതിങ്ങനെ ബീം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 25 സെൻറ്റിമീറ്ററിൻ്റെ ബീമാട്ടോ നമ്മളിവിടെ ചെയ്യുന്ന ഹൈറ്റിലുള്ള ബീം. അതിൻ്റെ മേലെ സൺഷെയ്ഡ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഭാഗത്തുള്ള അതിൻ്റെ ബോട്ടാട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബോട്ടം സെറ്റ് ചെയ്യുന്നുണ്ട്. അത് അടിക്കാനുള്ള ജാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അടിക്കാനുള്ള ജാക്കിയും അതിൻ്റെ എണ്ണ എടുത്തിട്ട് ജാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോട്ടം അവിടെ അങ്ങനെ സെറ്റാക്കി അളവെടുത്തിട്ട് മുറിക്കുന്നു കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് അടിച്ച് തുടങ്ങുക കേട്ടോ നമ്മൾ. കാരണം അവിടെ ബീമുള്ളതുകൊണ്ട് തന്നെ ആ ബീമിൻ്റെ ഹൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ബാക്കി എല്ലാ ഭാഗത്തും എന്താക്കാൻ അടിക്കാനായിട്ട് കേട്ടോ. മോശം വരാം നമ്മളുണ്ടാ ഫുള്ള് ഒരു വരി ഇങ്ങനെ കെട്ടിയെന്ന് പറഞ്ഞില്ല നേരത്തെ. അതുപോലെ നമ്മൾ സൺഷെയ്ഡ് ഇപ്പോൾ ഇവിടെ നമ്മൾ 60 സെൻറ്റിമീറ്റർ ആട്ടോ വീതിയിൽ സൺഷെയ്ഡ് അടിക്കുന്നത്. അപ്പോൾ 60 സെൻറ്റിമീറ്റർ വീതിയിൽ സൺഷെയ്ഡ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബീം പോലെ ഇങ്ങനെ ബാക്കോട്ടേക്ക് നമ്മളൊരു 3 കല്ല് വലിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വരെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ബീം പോലെ അടിച്ചിട്ട് അതിൻ്റെ കമ്പി നേരെ നമ്മളിങ്ങനെ സൺഷെയ്ഡിലേക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ബേക്കിൽ നല്ല പിടുത്തം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 3 ലൈന് കല്ല് ഇങ്ങോട്ടേക്ക് കയറ്റി എടുക്കുന്നത്. പക്ഷേ ഉൾഭാഗത്തൊന്നും നമ്മൾ എവിടെയും കെട്ടിയിട്ടില്ല കേട്ടോ. ഉൾഭാഗത്ത് എവിടെയും കെട്ടിയിട്ടില്ല. കാരണം കെട്ടാത്തതിൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ നമ്മൾ 3 ദിവസമായി കല്ലിന് വേണ്ടി പറയുന്നത്, കല്ല് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ബാലൻസ് ഉള്ള കല്ലുകൊണ്ടാണ് നമ്മൾ എന്തെയ്ക്കുന്നത്, ഇപ്പോൾ പുറത്ത് ഒരു വരി കെട്ടിയത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് സൺസെറ്റ് അടിക്കാൻ ആവശ്യമായിട്ട് പുറത്തേക്ക് മാത്രം മതി. അതിന് ശേഷം നമ്മൾ സൺസെറ്റ് അടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പിന്നെ മെയിൻ സ്ലാബിൻ്റെ ആവശ്യമായിട്ടുള്ള കെട്ട് കെട്ടുള്ളൂ. ആ സമയത്ത് നമുക്ക് ഉള്ളിൽ കെട്ടിയാൽ മതി. പിന്നെ അതേപോലെ ഇവിടെ ഒരു ബീം വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളെ ഹാള്, ഇവിടെയാണ് നമ്മളെ സ്റ്റെയർ വരുന്നതെന്ന്. ഈ ഒരു ചുമരിനായിരിക്കും സ്റ്റെയർ വരുന്നത്. ഇത് നമ്മളെ സിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് നമ്മളെ ഓപ്പൺ കിച്ചൺ. അപ്പോൾ ഓപ്പൺ കിച്ചൺ ഇവിടെ ഇപ്പോൾ 2:20 2:40 എന്ത് ചെയ്തിട്ടുണ്ട്, ലിൻഡൽ അതിൻ്റെ ഹൈറ്റായി 2:40 ഹൈറ്റിൽ. ഇനിയിപ്പോൾ 2:60 നമ്മൾ ഇവിടെ ഒരു ബീം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ കിച്ചണിൽ ഒരുപാട് തുറന്നിട്ടായിട്ടുള്ളൊരു ഫീല് വരും. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു 2:60 ഒരു ബീം കൊടുക്കുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ സൺഷെയ്ഡിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട്, അതായത് ഈ കല്ലിൻ്റെ മേൽഭാഗത്തായിട്ടായിരിക്കും നമ്മൾ ബീമിൻ്റെ ഹൈറ്റ് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ഹൈറ്റിൽ നമ്മളിവിടെ ഒരു ബീം ചെയ്യുന്നുണ്ട്.
അതേസമയം തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബീം ബോട്ടം കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇതാ നമ്മൾ ബീം അടിക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടെ നമ്മൾ റെയിലിട്ടിട്ടാണ് അടിച്ചേട്ടാ. റെയിലിട്ടിട്ട് അതിൻ്റെ മേലെ അടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ നേരിട്ട് നമ്മൾ ജാക്കിയിലാണ് അടിക്കുന്നത്. ബോട്ടം കറക്റ്റ് അളവിലുള്ള ബോട്ടം നമ്മൾ സെറ്റ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ അടിയിൽ ഏകദേശം ഒരു 45 ആ ഒരു 35-40 ആ ഒരു റേഞ്ചിൽ നമ്മൾ ഡിസ്റ്റൻസ് വെച്ചിട്ട് ജാക്കി ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബോട്ടം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പർ സൈഡിലും നമ്മൾ എന്താക്കിയിട്ടുണ്ട് ഇപ്പർ സൈഡിലും ബോട്ടം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയും കൂടി സെറ്റാക്കി കറക്റ്റ് അളവിൽ കറക്റ്റ് അളവ് എടുത്തിട്ട് മട്ടം നോക്കണം കേട്ടോ. അതായത് ഇവിടുത്തെ അളവും അവിടുത്തെ അളവും കറക്റ്റാക്കി വെക്കണം. അങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം എന്താക്കാൻ സൈഡ് പലക അടിക്കാൻ കേട്ടോ. സൈഡ് പലക അടിക്കാനായിട്ട്. അതിനുശേഷം ഇത് അതായത് ഇത് ഈ ഇവിടുന്ന് ഇങ്ങേക്ക് അതായത് ഇവിടെ ആയിരിക്കും നമ്മളെ ആ ഒരു പില്ലറിൻ്റെ കോർണറിലായിരിക്കും നമ്മൾ എന്ത് വരുന്നത് അടുപ്പ് വരും കേട്ടോ. അപ്പോൾ അടുപ്പും കഴിഞ്ഞിട്ട് ചെറിയൊരു സ്ലാബും കഴിഞ്ഞ് ഈ ഒരു ചുമലിൻ്റെ സൈഡിൽ നിന്നായിരിക്കും പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ 90 സെൻറ്റിമീറ്റർ കേട്ടോ സൺഷെയ്ഡിന് വീതി കൊടുക്കുന്നത്. ബാക്കി അതായത് മാമനിരിക്കുന്നതിൻ്റെ നേരെ ബേക്ക് മുതൽ ഇങ്ങനെ കറങ്ങി അങ്ങ് ലാസ്റ്റ് കറങ്ങി അതായത് ഫ്രണ്ടിലത്തെ ആ ഒരു പില്ലറിൻ്റെ സൈഡ് വരെ 60 സെൻറ്റിമീറ്റർ വീതിയായിരിക്കും. പിന്നെ പില്ലറിൻ്റെ ഫ്രണ്ട് നിന്ന് നമ്മൾ വരാന്തൻ്റെ ഫ്രണ്ട് ഭാഗമായിട്ട് വരിക. അപ്പോൾ വരാന്തൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ 1 മീറ്റർ വീതിയിലാണ് സൺഷെയ്ഡ് അടിക്കുന്നത്. കാരണം നമുക്ക് അവിടെ സ്റ്റെപ്പ് വരുന്നുണ്ട്. സ്റ്റെപ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം വീതിയിൽ സൺഷെയ്ഡ് അടിക്കണം. അപ്പോൾ അവിടെ നമ്മൾ 1 മീറ്റർ വീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ് പില്ലറിൻ്റെ ഇപ്പർ സൈഡിൽ മുതൽ നേരെ നമ്മൾ 60 സെൻറ്റിമീറ്റർ നേരെ വന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ മുട്ടുകൂട്ടാം. ഇവിടെ നിന്ന് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഇങ്ങനെ എൽ ഷേപ്പിൽ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും 60 സെൻറ്റിമീറ്റർ ക്രോസ് ചെയ്യും. ഇവിടെ 90 സെൻറ്റിമീറ്റർ. ഇതായിരിക്കും നമ്മുടെ സൺഷെയ്ഡിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ আমি কোনো রোবট তুলিনি তাহলে ঘুরে দিয়েছি এনে রোবট আছে ওই সেরকমই আছে তাহলে আবার কি മിഷന്റെ നെറ്റ് തലയിടിച്ചിട്ടാണ് ഇവർ പറഞ്ഞിട്ട് മിഷൻ അതായത് നമ്മൾ കമ്പി കുറിക്കുന്ന സമയത്ത് ബ്ലേഡിന്റെ അടിയിൽ വരുന്ന സാധനം കപ്പ് തിരിച്ചു കേട്ടാ. അപ്പൊ കപ്പ് തിരിച്ചിടാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് ആ ബ്ലേഡ് ജെർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെ കൂടെ കൂടിയിട്ട് അത്യാവശ്യം ബംഗാളി പറയുന്ന മനസ്സിലാവാൻ തുടങ്ങി. പക്ഷെങ്കിൽ തിരിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ ഹിന്ദിയിലാണ് ഇവരോട് പറയുന്നത് കേട്ടാ. അതാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അപ്പോൾ ഇങ്ങനെ ബീമിന്റെ സൈഡ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് 25 സെന്റിമീറ്റർ ഹൈറ്റ് ആയിരിക്കും ബീമിന്റെ ഹൈറ്റ് വരിക. അതിന്റെ പുറത്തുനിന്ന് നമ്മൾ സൺഷെയ്ഡ് അടിച്ചു തുടങ്ങും കേട്ടോ. അതേപോലെ തന്നെയായിരിക്കും ഫ്രണ്ട് ഭാഗത്തും 25 സെന്റിമീറ്ററുള്ള ബീമും അതിന്റെ മേലെ നിന്ന് നമ്മൾ സൺഷെയ്ഡിന്റെ പുറത്തോട്ട് സൺഷെയ്ഡ് അടിക്കും കേട്ടോ. കറക്റ്റായിട്ട് ഒരു നൂല് വലിച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 45 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഡിസ്റ്റൻസിൽ ആണ് ജാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എവിടെയാണ് നമ്മൾ ജോയിൻറ്റ് വരുന്നുണ്ടോ. ആ ജോയിൻറ്റിന് അടിയിൽ തന്നെയാണ് നമ്മൾ ജാക്കിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇല്ലാത്ത നമ്മൾ സൈഡ് അടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ എന്താവും താണു പോകും കേട്ടോ. നമ്മളെ ബോട്ടം താണു പോകും. അതുകൊണ്ടാണ് നമ്മൾ ജോയിൻറ്റിൻ്റെ അവിടെ തന്നെ ഒരു ജാക്കി കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇനി ഓരോരോ 45 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലും ഇങ്ങനെ ജാക്കി വെച്ച് കറക്റ്റായിട്ട് ആ നൂല് നമ്മൾ നോക്കി വാട്ടർ ലെവൽ ചെയ്തിട്ട് വെച്ച നൂലാണ്. ആ നൂല് കറക്റ്റ് ലെവലിൽ നമ്മൾ എന്തെങ്കിലും ബോട്ടം സെറ്റ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സൈഡ് അടിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ഇത് മൊത്തം എന്താ പറയുക ഈ ഒരു ഭാഗത്തൊക്കെ സൺഷെയ്ഡ് അടിക്കാനുണ്ട്. അപ്പോൾ സൺഷെയ്ഡ് അടിച്ചിട്ട് എന്ത് ചെയ്യണം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അപ്പുറത്ത് വേറെ ഒരു സൈറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇവരുടെ അടുത്ത് വന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്നുള്ള എത്ര വീതി വെക്കണം എങ്ങനെയാണ് അടിക്കേണ്ടതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്ന്. ഇനിയിപ്പോൾ എനിക്ക് മറ്റൊരു സൈറ്റിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നാളെ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്താക്കുന്നത് കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ എങ്ങനെയാണ് അടിക്കുന്നതെന്ന് കൂടി ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലൈനിലെ
ഈ ഫസ്റ്റ് ലൈനിൻ്റെ ബേക്ക് ഭാഗത്ത് നമ്മൾ പറ്റടിക്കും കേട്ടോ. വാട്ടർ ലെവലിൽ കറക്റ്റ് ചെയ്തിട്ട്, അതായത് ഇവിടുത്തെ ബീമിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് ആ ഒരു ബീമിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ഈ കല്ലിൻ്റെ മുകളിൽ, ഈ കാണുന്ന ഒരു വരി കല്ലിൻ്റെ മുകളിൽ നമ്മൾ ശീലാന്തി, അതുപോലെ തന്നെ ശീലാന്തി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ നടുവിലിടുന്നാണ്ട ഈ ചെറിയ ചെറിയ പലക്കാണ് നമ്മൾ ശീലാന്തി എന്ന് പറയുന്നത്. അത് ഓരോരോ നാട്ടിലും ഓരോരോ പേരായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ശീലാന്തി എന്നാണ്. അപ്പോൾ ആ ശീലാന്തിൻ്റെ കനം, അതായത് 1 ഇഞ്ച് പലകേൻ്റെ കനം വീണ്ടും പിന്നെ നമ്മൾ ബോട്ടം, അതായത് ഈ കാണുന്ന പോലെയുള്ള പലകേൻ്റെ നമ്മൾ മെയിനായിട്ട് അടിക്കുന്ന പലക്കാണ് നമ്മൾ പറയുന്നത് ബോട്ടം പറയുന്നത്. അപ്പോൾ ആ പലേൻ്റെ കനം 2 ഇഞ്ച് കനം താത്തിയിട്ട് 2 ഇഞ്ചും പിന്നെ താത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ചുമരിൻ്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, താത്തിയിട്ട് പറ്റടിക്കും കേട്ടോ. പറ്റിൻ്റെ മുകളാണ് നമ്മൾ അടിച്ച് സെറ്റപ്പ് ആക്കുന്നത്. അതൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ എങ്ങനെയാണ് അടിച്ചതെന്നൊക്കെ നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഇന്ന് എനിക്ക് എന്താ വെച്ചാൽ മറ്റൊരു സൈറ്റിലേക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇവിടെ വെച്ചിട്ട് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.